8 വർഷത്തെ നീണ്ട ഒരു വിധിയായിരുന്നു. എന്തായിരുന്നു പറയാനുള്ളത് വിധിയോട്? അല്ല, വിധി ഞാൻ കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് മാത്രമാണ് എനിക്ക് പേഴ്സണലി വിധിയെ പറ്റി പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ചാനൽ ചർച്ചയിൽ ഭാഗമാകുന്നത് ദിലീപേട്ടൻ അനുകൂലമായിട്ട് എഴുതുന്ന സമയത്ത് ആ എഴുത്തെന്ന് അല്പസ്വല്പം വൈറലായതുകൊണ്ടാണ്. അന്ന് അതിൻ്റെ ഏറ്റവും അടിയിൽ ഞാൻ എഴുതിയ വാചകം അത് തന്നെയാണ്: സത്യം ജയിക്കും. എത്രയൊക്കെ നമ്മൾ മറയ്ക്കാൻ ശ്രമിച്ചാലും, നമ്മളെ നന്ദഗോപാൽമാരാർ പറയുന്നുണ്ട്, എത്രയൊക്കെ മൂടി വെച്ചാലും എത്രയൊക്കെ മറച്ചാലും ഒരു നാൾ സത്യം അതിൻ്റെ എല്ലാ പ്രഭയും നീക്കി പുറത്തു വരുമെന്ന് പറയുന്നത് പോലെ ദിലീപേട്ടൻ ഈ വിഷയത്തിൽ തെറ്റുകാരനല്ല എന്ന് അന്ന് എൻ്റെ മനസാക്ഷിയാണ് എനിക്ക് തോന്നിയത്. പിന്നീട് പല സത്യങ്ങളും നമ്മൾ അറിയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളെടുത്ത നിലപാടുകളെ ശരിവയ്ക്കത്തക്ക യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ മലയാള സിനിമയിൽ നമ്മൾ സ്നേഹിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ചിലപ്പം പലരോടും നമുക്ക് വിരോധം തോന്നിപ്പോയി. പക്ഷേ ഇതൊന്നും നമുക്ക് പുറത്തു പോകാൻ പറ്റാത്തത് കോടതിയിൽ ഇത് നടക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ ശക്തമായ രീതിയിൽ ഇടപെടലുണ്ടാകുന്നു. പിന്നെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും ഈ വിഷയത്തിൽ ദിലീപ് പൈസ കൊടുത്ത് നേടിയ വിധിയാണെന്നും സാക്ഷികളെ സ്വാധീനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. നോക്കൂ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് 100% ഒരിക്കലും ഇങ്ങനൊരു വിധി വരാൻ അവർ ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും പോലീസ്